ഹലോ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സ്കൂളുകൾ, പോളിടെക്നിക് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി തസ്തികകളുടെ കൺഫർമേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ഈ മാസം 21 മുതൽ നെക്സ്റ്റ് മന്ത് 11th വരെയാണ്. എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 13th May ആണ്. ഇനി ഒരു 2.5 മാസം കാലയളവിൽ തന്നെ ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇപ്പോൾ റിസീവ് ചെയ്തിരിക്കുന്നത് 6,801 ആണ്, 6,801. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 14 വേക്കൻസീസാണ്. അത് വളരെ മികച്ച ഒരു അവസരമാണ് കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് കുറേ എക്സാംസ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. പോളിടെക്നിക് ലെക്ചർ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ CHMൻ്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ മന്തിലാണ്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രോഗ്രാമുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പ്രോഗ്രാമറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും എക്സാമുകൾക്ക് ശേഷം അധികം താമസിക്കാതെ വരുന്നൊരു എക്സാമാണിത്. അപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എണ്ണം തന്നെ വളരെ കുറവാണ്, 6,801. പോളിടെക്നിക് ലെക്ചർ, പ്രോഗ്രാമർ ആ എക്സാമുകൾക്കൊക്കെ ഒരു 18,000 to 20,000 ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോളിടെക്നിക് ലെക്ചറിൻ്റെ, അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെയും പ്രോഗ്രാമറുടെയൊക്കെ ഷോർട്ട് ലിസ്റ്റുകളും മെയിൻ ലിസ്റ്റുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ആ എക്സാമൊക്കെ നന്നായിട്ട് തയ്യാറെടുത്തിട്ട് കുറേ പേരൊക്കെ ആ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ തന്നെ ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ കോച്ചിങ് അവൈലബിൾ ആയിരുന്നു. പ്രോഗ്രാമറിൽ 130 പേരോളം നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ വന്നത്. പോളിടെക്നിക് ലെക്ചറിലും കുറേ സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റുകളിലൊക്കെ കുറേ പേര് ട്രൈ ചെയ്തിട്ട് മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല. കുറേ പേര് തുടക്കക്കാർക്ക് ആ എക്സാമുകളൊക്കെ അപ്ലൈ ചെയ്യാൻ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ഈ എക്സാമിന് അപ്ലൈ ചെയ്ത ആളുകൾക്ക് ഒരു നല്ലൊരു അവസരമാണ്. ഇനി അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 6,801 ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലൊക്കെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നിയർലി ഒരു 18,000 to 20,000 ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത് എക്സാമിന്. അതിൽ കൺഫർമേഷൻ കൊടുക്കുന്നത് ഒരു 14,000 to 15,000 ആണ്. എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഒരു 12,000 റേഞ്ചാണ്. എന്നാൽ ഇതിൽ 6,000 ആളുകൾ കൺഫർമേഷൻ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, നിയർലി ഒരു 4,000 5,000 റേഞ്ചിലായിരിക്കും കൺഫർമേഷൻ കൊടുക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കുന്ന ആളുകളെല്ലാം തന്നെ എക്സാമിൽ എത്തിച്ചേരാറില്ല. അപ്പോൾ നമ്മളൊരു വൈഡ് ഗസ് ചെയ്യുവാണെങ്കിൽ നിയർലി ഒരു 4,000 ആളുകളായിരിക്കും എക്സാമിന് എത്തിച്ചേരുന്നത്. അതിൽ എത്ര പേര് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മൾ 20% എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 800 ആളുകളിൽ നിങ്ങളുടെ മത്സരം ഒതുങ്ങും. ഇപ്പോൾ 800 ആളുകളിൽ ഇപ്പോഴും തന്നെ 14 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ട്രേഡ്സ്മാൻ തസ്തികയിൽ ജില്ലാതല അടിസ്ഥാനം മാറി ഒരു സ്റ്റേറ്റ് വൈഡായിട്ട് ഈ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ട്രേഡ്സ്മാൻ തസ്തികകളൊക്കെ സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു വിളിക്കുന്നത്. ഇപ്പം ആദ്യമായിട്ട് ജില്ലാതലം എന്നുള്ള അത് മാറി സ്റ്റേറ്റ് തലത്തിൽ വിളിക്കുമ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 14 ആണ്. ആ വേക്കൻസികൾ എന്തായാലും കൂടും. ഇപ്പോൾ ചെറിയൊരു ഓഡിയൻസിലാണ് നിങ്ങളുടെ മത്സരം. അപ്പോൾ ഇനിയുള്ള സമയം നന്നായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. ഏണസ്റ്റ് അക്കാഡമിയിൽ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫറോട് കൂടി നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പം സബ്ജക്റ്റുകൾ ബേസ് മുതൽ നമ്മൾ ഡെപ്ത് വരെ കവർ ചെയ്യുന്നുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും. നിങ്ങൾക്കൊരു മെൻ്റർ സപ്പോർട്ടുണ്ട്. മോഡൽ എക്സാം നിങ്ങൾക്കൊരു 5 to 10 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എല്ലാ ലെക്ചേഴ്സിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള സമയം വളരെ ക്രിസ്പായിട്ട് നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിച്ചതിന് ശേഷം കൂടുതൽ എക്സാമുകൾ നിങ്ങൾ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ മുന്നിലെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2.5 മാസം നല്ല രീതിയിൽ നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ട്രേഡ്സ്മാൻ ഇൻഫർമേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്തിരിക്കുന്നത് ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5,000 ആളുകളാണ്. അതിലും ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് 5,322, ഏകദേശം ഒരു 5,300 പേര് അപ്ലൈ ചെയ്ത ഈ പോസ്റ്റിൽ കോമ്പറ്റീഷൻ അവിടെയും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 3 ആണ്. അപ്പോൾ ഇതിൻ്റെ സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഈ മാസം 21 മുതൽ നെക്സ്റ്റ് മന്ത് 11th വരെയാണ്. എക്സാം ഡേറ്റ് 15th ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെയും ITയുടെയും സിലബസിൽ
കാര്യമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ അറിയാവുന്നതായിരിക്കും. ഏറെക്കുറെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു 25% ഒക്കെ സിമിലർ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അവിടെ ഇവിടെ ആയിട്ട് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള കണ്ടൻറ്റുകളിൽ എത്രത്തോളം മാറ്റം ഉണ്ടെന്നുള്ളത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് വേണ്ടത് വ്യക്തമായ ഒരു ഗൈഡൻസ്, കൃത്യമായിട്ട് എങ്ങനെ നമ്മുടെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഏണസ്റ്റ് അക്കാഡമി ഒരു ഡീറ്റെയിൽഡ് വെബിനാർ നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 65 ഡേയ്സ് സ്റ്റഡി പ്ലാൻ കിട്ടും. ആ സ്റ്റഡി പ്ലാനിൽ എപ്പോഴും പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, എപ്പോഴാണ് നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, PSCയുടെ പുതിയ ചോദ്യ പാറ്റേണെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ MCQs ആണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്, എത്ര നേരം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തുടക്കക്കാർക്ക് മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിലും ലൈവായിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അഡ്മിഷൻസിനായിട്ടും നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാനും വെബിനാറിനുമായിട്ടെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ സ്വപ്ന ജോലിക്കായി നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.